എൻ്റെ പേര് ചാൾസ് ജോൺസൺ. ഇതെൻ്റെ വൈഫ് ചിപ്പി കാതറിൻ സെബാസ്റ്റ്യൻ. ഇതെൻ്റെ മകനാണ് ഫെഡറിക് ചാൾസ്. ഞാൻ അമ്മാമ്മയുടെ രണ്ടാമത്തെ മകളുടെ രണ്ടാമത്തെ കുട്ടിയാണ്. എനിക്ക് ചേച്ചിയുണ്ട്. ചേച്ചി ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. ഹസ്ബൻഡും മക്കളായിട്ട് അവിടെ സെറ്റിൽഡാണ്. അമ്മാമ്മനെ കുറിച്ച് പറയുക എന്ന് പറയുമ്പോൾ അമ്മാമ്മ എക്കാലത്തും നമുക്ക് എന്നും ഒരു മാർഗനിർദ്ദേശിയായി നമ്മുടെ മുന്നിൽ നിന്നിരുന്ന അമ്മാമ്മയാണ്. ഇന്നാണെങ്കിലും 3 തലമുറയുടെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പേരക്കുട്ടികൾക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും എന്നും ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലോകവിവരങ്ങളും ഒപ്പം ഒരു ജീവിതം എങ്ങനെ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് നമുക്ക് ഒരുപാട് ടിപ്സ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന അമ്മാമ്മയാണ്. നമുക്ക് ഒപ്പം തന്നെ ഈ പ്രായത്തിലും ഇത്ര എനർജറ്റിക് ആയിട്ട് ഒരു അമ്മാമ്മനെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് കൊച്ചുമക്കൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അതുപോലെ തന്നെ ഞങ്ങളെ വിട്ട് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ അപ്പാപ്പൻ ഞങ്ങളെ വിട്ട് പോയിട്ട് ഇപ്പൊ 7 വർഷം കഴിഞ്ഞു. എങ്കിലും ഇന്നും അപ്പാപ്പനുമായിട്ടുള്ള പല നിമിഷങ്ങളും ഞങ്ങളുടെ മനസ്സിൽ എന്നും ഓളം തല്ലി വരാറുണ്ട്. കഴിഞ്ഞ അപ്പാപ്പൻ മരിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് എല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങള് വേളാങ്കണ്ണി പോയൊരു ട്രിപ്പ് ഇന്നും എന്റെ ഓർമ്മയിൽ നിൽക്കുന്നു. ഞാൻ സത്യം പറഞ്ഞ വേളാങ്കണ്ണി അന്ന് പോയതിനു ശേഷം പിന്നെ ഇന്നവരെ പോകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നും അപ്പാപ്പനുമായിട്ട് അമ്മാമ്മയും എല്ലാവരും ചേർന്ന് പോയ ആ ട്രിപ്പ് ഇന്നും നമ്മുടെ മനസ്സിൽ ഒരു വർണ്ണശലഭമായിട്ടുള്ള ഒരു നിമിഷമായിട്ട് ഇന്ന് നിൽക്കുകയാണ്. ഒപ്പം തന്നെ അമ്മാമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട് കല്ലേറ്റിക്കര തന്നെയാണ്. അതിന്റെ പേരിൽ എല്ലാ ദിവസങ്ങളിലും നമ്മൾ അതിൽ കൊടുന്ന് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് കഴിയാവുന്ന എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ പോവുകയും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കൃപ മക്കളിലേക്കും മരുമക്കളിലേക്കും പകർന്നു നൽകിക്കൊണ്ട് നല്ലൊരു സ്നേഹത്തിൽ ഒരു തറകല്ല് പാവിക്കൊണ്ട് നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ എല്ലാവർക്കും ഉപദേശിയായും മാർഗനിർദ്ദേശിയുമായി നിലനിൽക്കുന്ന അമ്മാമ്മ എന്നും ഞങ്ങളുടെ വലിയൊരു കരുത്താണ്, ഞങ്ങൾക്കൊരു സഹായകരമാണ്. ഒപ്പം തന്നെ എന്നും ഞങ്ങൾക്ക് കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ അമ്മാമ്മയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഒപ്പം ദൈവത്തിന്റെ അനുഗ്രഹം ഈ കുടുംബത്തിന്റെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.